ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും ആൻറ്റിസിപ്പേഷൻ ഇല്ലാതെ പോയി കാണുന്ന പടങ്ങളെല്ലാം അടിപൊളിയായിരിക്കും. 2.25 മണിക്കൂർ പോയത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. തുടരും. ലാലേട്ടൻ്റെ ശോഭനയുടെ തുടരും എന്ന മൂവിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രജപുത്ര മീഡിയ ആണ് എൻ്റെ പ്രൊഡക്ഷൻ. ഡിറക്ഷൻ തരുൺ മൂർത്തി. എൻ്റെ തരുൺ മൂർത്തി സംഭവിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ ജാവ ഒരു വെറൈറ്റി പടമായിരുന്നു, ഹിറ്റായിരുന്നു. എന്നാൽ കുറെ വിവാദങ്ങൾക്ക് ഇപ്പുറം നമ്മൾക്കറിയാം, എമ്പുരാൻ നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചു. പക്ഷെ എന്തൊക്കെയോ വിവാദങ്ങളാൽ അത് ചുറ്റപ്പെട്ടു. ഗ്രോസ് കളക്ഷനൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ കയറണമെങ്കിൽ അത് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ സ്ക്രിപ്റ്റ് ആയിരിക്കണം, അഭിനയമായിരിക്കണം. സൂപ്പർ ലാലേട്ട, നിങ്ങൾ ഒരു രക്ഷയില്ല. നിങ്ങളുടെ ഹിറ്റുകൾ തുടരട്ടെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഒരു എളിയ ലാലേട്ടൻ ഫാൻ എന്ന നിലയിൽ. ഞങ്ങൾ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യും, പക്ഷെ നിങ്ങളുടെ പടങ്ങൾ ഹിറ്റാകുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ആനന്ദിക്കുന്നത് ഫാൻസ് തന്നെയായിരിക്കും പ്രത്യേകിച്ചും. സോ ഇതിനകത്ത് ശോഭന ആയാലും പിന്നെ പ്രകാശ് വർമ്മ വില്ലൻ എവിടുന്ന് പൊക്കിക്കൊണ്ട് വന്നു. ഈസ് എ ആഡ് ഡയറക്ടർ എന്ന രീതിയിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ നോക്കിയപ്പോൾ കണ്ടത്. എനിവേ, ഗംഭീര ആക്ടിങ് നമ്മൾ ഒരിക്കലും മറക്കത്തില്ല ആ വില്ലനെ. ഈ പറയുന്ന പോലെ കിരിക്കാടൻ ജോസിനെയൊക്കെ പോലെ ഒരു അഡാർ ഐറ്റം. എനിക്കൊന്നും അദ്ദേഹത്തിന്റെ ഡെബ്യൂ ആക്ടിങ് ഇൻ മലയാളമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. പരിചയപ്പെടുത്തുന്ന പുതുമുഖങ്ങളും രണ്ടുപേരെ കാണിച്ചിട്ടുണ്ട്. സോ പിന്നെ നമ്മുടെ മോഹൻലാലിന്റെ മകനായിട്ട് അഭിനയിക്കുന്ന ആൾ, അവനൊരു ക്രൂഷ്യൽ റോളുണ്ട്. ശോഭനയ്ക്ക് കൊടുത്ത റോള് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ ജെക്സ് ബിജോയ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് സോങ്സ് സമ്മൻ സാധനം. പിന്നെ വയനാട്, ഇടുക്കി ആ ഒരു സ്ഥലം, മുണ്ടക്കയം ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു മനോഹരമായിട്ടുള്ള സിനിമാറ്റോഗ്രാഫി, ക്യാമറ, മഴ, ഒന്നും പറയാനില്ല. ത്രില്ലിംഗ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാനൊരു ഫാമിലി മൂവി, ഒരു മാമ്പഴക്കാലമൊക്കെ പോലെ എന്ന രീതിയിൽ സത്യത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോയത്. പക്ഷെ ഇത് ദൃശ്യത്തെക്കാളും മികവാർന്ന ടേണിങ്ങും ട്വിസ്റ്റിങ്ങും ഉള്ള ക്രൈം ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഗംഭീര മൂവി. ലാലേട്ടൻ എന്ന് പറഞ്ഞ മഹാനടനാണെന്ന് വീണ്ടും തെളിയിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിന്റെ പാകപ്പിഴ കൊണ്ട് മാത്രമാണ് അദ്ദേഹം മോശമെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമുക്ക് ഹൃദയത്തിൽ തട്ടാതെ പോകുന്ന പടങ്ങൾ ചെയ്യാനുള്ള കാരണം അതുകൊണ്ടാവാം. പക്ഷെ ഇത് ഓരോ മൊമെന്റും 2.25 മണിക്കൂറുണ്ട് ആ പടം. 166 മിനിറ്റ്സ് ആണ് ആ പടം കാണിക്കുന്നത്. പക്ഷെ 166 മിനിറ്റും ഓരോ സെക്കൻഡ്സും നമ്മൾ ഇങ്ങനെ വായും പൊളിച്ച് നോക്കിയിരിക്കും. അതുപോലുള്ള സ്ക്രിപ്റ്റും അതുപോലുള്ള ഡിറക്ഷനും അടുക്കി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തൊന്നും വെച്ചുകെട്ടാനൊന്നും പറയാനില്ല. നമുക്ക് കുറെ കാലത്തിന് ശേഷം നമ്മളിപ്പോൾ അമ്മമാരെയൊക്കെ കൊണ്ട് എമ്പുരാനൊക്കെ കാണിക്കണേ, എൻ്റെ മദറൊക്കെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞ് എന്നെ ഇങ്ങനത്തെ പടമൊന്നും ഇനി കാണിക്കാൻ കൊണ്ടുപോരുന്നു. പക്ഷെ എന്ത് തന്നെ ആയാലും ഇത് നമുക്ക് പാരൻസുമായിട്ടായാലും പ്രായമുള്ള ആൾക്കാരുമായിട്ടും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് പോയി കാണാൻ സാധിക്കും. കാരണം ഒരു ഫാമിലി സ്റ്റോറി എങ്ങനെയാണ് ഒരു ത്രില്ലറിലേക്ക് മാറുന്നതും അതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്ത് പിന്നീട് ആ ട്വിസ്റ്റിങ്ങിലേക്കും ടേണിങ്ങിലേക്കും എത്തുന്നതെന്നും പഠിപ്പിച്ചു തരികയാണ് മലയാള സിനിമ എന്നും ഒരു സൂപ്പർ ഐറ്റം കേട്ടോ. തിരക്കഥയുടെ കാര്യത്തിൽ മലയാള സിനിമയെ വെല്ലാൻ വേറെ പുറത്തുനിന്ന് ഒരു സാധനവും ഇല്ല. അതുപോലത്തെ അഡാർ ഐറ്റം തന്നെയാണ്. ഇനിവ എന്ത് തന്നെ ആയാലും നല്ല ഒരു മനോഹരമായിട്ടുള്ള എന്താ പറയുന്നത് ഒരു കാഴ്ച സമ്മാനിച്ചതിന് ലാലേട്ട, തരുൺമൂർത്തി, ആശീർവാദ്, എനിക്ക് ഡിസ്ട്രിബ്യൂഷൻ ആശീർവാദ് ഫിലിമാണ്, രജപുത്ര മീഡിയ, അതോടൊപ്പം തന്നെ ഇതിന്റെ എല്ലാ അണിയറ പ്രവർത്തകരോടും വളരെ നന്ദി പറയുകയാണ്. കാരണം കുറെ നാളുകൾക്ക് എപ്പുറം നമ്മൾ ഈ പറയുന്ന പോലെ അടിയും തടയും വെടിവെട്ടലും ഒന്നും ഇല്ല. അതായത് ഇടിയും തടയൊക്കെ ഉണ്ട്, നാടൻ ഇടിയേ ഉള്ളൂ ഇതിനകത്ത്. പക്ഷെ അതൊന്നും ഇല്ലാതെ ഈ വലിയ ഗംഭീര എയർഗണ്ണും ഈ പറയുന്ന എമ്പുരാനിലേക്ക് പോലെ, ഞാൻ എമ്പുരാനെ വെച്ച് കമ്പയർ ചെയ്യും. എമ്പുരാൻ ഈസ് ആൻ മേക്കിംഗ്, സിനിമയുടെ മേക്കിങ്ങിന്റെ വേറൊരു മുഖമാണത്. മലയാള സിനിമയുടെ ഇരിക്കുന്ന ആദ്യത്തെ മേക്കിംഗ് ആണ് അങ്ങനത്തെ ഒരു ബ്രഹ്മാണ്ഡ പടം. അത് നമുക്ക് ഇത് വെച്ച് കമ്പയർ ചെയ്യുമല്ലോ. പക്ഷേ പ്രേക്ഷകന്റെ ഇഷ്ടം, മലയാള സിനിമയിൽ എന്നും മുഴച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ എന്നും മുന്നിൽ നിൽക്കുന്ന പ്രേക്ഷകരുടെ ഇഷ്ടമാണ്, പ്രേക്ഷകരുടെ സ്നേഹമാണ്. അത് ഉണ്ടാവണമെങ്കിൽ നല്ലൊരു തിരക്കഥ ഉണ്ടാവണം. ഇപ്പം ദൃശ്യത്തിന് വലിയ പ്രൊമോഷനൊന്നും ഇല്ലാതെ വന്നൊരു പടമായിരുന്നു ദൃശ്യം. ഇതുപോലെ കുറെ പടങ്ങൾ അദ്ദേഹത്തിന്റെ പൊട്ടുന്ന സമയത്ത് വന്ന ഒരു പടമാണ് ദൃശ്യം എന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷെ അത് ദൃശ്യം 1ഉം ദൃശ്യം 2ഉം ഗംഭീര വിജയം. നമ്മൾ ഒരിക്കലും കാണാത്ത ഒരു ക്രൈം ത്രില്ലറിലേക്ക്, ഒരു ക്രൈമിലേക്ക് നമ്മൾ എത്തിക്കുന്നു. പിന്നീട് അത് ഒരുപാട് ചരിത്രം സൃഷ്ടിച്ചു ആ പടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആയിരിക്കും എനിക്കൊന്ന് തുടരും. വളരെ സിമ്പിൾ ആയിട്ടൊരു പേരല്ലേ. ഇപ്പൊ ദൃശ്യം എന്ന് നോക്കുമ്പോൾ നമുക്കറിയാം ആ സിനിമയ്ക്ക് ശേഷമാണ് ആ പേരത്രയും ഹൈലൈറ്റഡ് ആയത്. ഈ തുടരും എന്ന് പറഞ്ഞ സിനിമയും ഇറങ്ങുമ്പോഴും പലരും എന്നോട് പറഞ്ഞൊരു സിമ്പിൾ ആയിട്ടുള്ള പടമാണ്. ലാലേട്ടന്റെ പഴയ ഫോട്ടോസും ലാലേട്ടന്റെ പഴയ പാട്ടുകളും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിരിക്കൊരു ഫാമിലി ഡ്രാമ, ദാറ്റ്സ് ഓൾ. അതിനപ്പുറം ഇതൊന്നുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടാണ് ആ പടം കാണാൻ ഇറങ്ങുന്നത്. പക്ഷേ ഈ 2.25 മണിക്കൂർ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ സിനിമയുടെ ഡ്യൂറേഷൻ നോക്കിയായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഒരു ഫാമിലി ഡ്രാമയ്ക്ക് എന്തിനാണ് ഈ 3 മണിക്കൂറിന് അടുത്ത് ഒരു ഡ്യൂറേഷൻ വന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ആ സിനിമ കണ്ടതിന് ശേഷമാണ്. തീർച്ചയായിട്ടും അത് തീർന്നു പോയല്ലോ എന്ന് നമ്മൾ ചിന്തിക്കും. പിന്നെയും നമ്മൾ ലാസ്റ്റത്തെ പേരൊക്കെ എഴുതി കാണിക്കും. നമ്മൾ പിന്നെയും ചിന്തിക്കും എന്തൊക്കെയോ സംഭവിക്കുമായിരിക്കും, എന്തൊക്കെയോ ഇനി കൂടുതൽ
കാണിക്കുമായിരിക്കും. അതിന്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നെങ്കിൽ, ഒരിക്കലും അണിയറ പ്രവർത്തകർ കാണിക്കുന്നില്ല സെക്കൻഡ് പാർട്ട് ഉള്ളതായിട്ട്. പക്ഷെ എന്തായാലും സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം കൊള്ളാം, സംഭവം വെറൈറ്റി ആയിട്ടുണ്ട്. വെറൈറ്റി എന്നല്ല, നല്ല കട്ടിയായിട്ടുള്ള തിരക്കഥയും അതിന് ഒപ്പിച്ചുള്ള സംവിധാനവും, പിന്നെ ലാലേട്ടൻ ആക്ടിങ്, കണ്ണുകൾ കൊണ്ടുള്ള അഭിനയം, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. അതിനകത്ത് ശോഭന ആയാലും കണ്ണുകൾ കൊണ്ടുള്ള ആക്ടിങ് ഉണ്ട്. അതിനകത്ത് പിള്ളേരായാലും, എനിക്കൊന്നു പയ്യന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, ഒരു ടീനേജ് മൂവി, അതിലെ ഒരു പയ്യനാണ് നായകനായിട്ട് അഭിനയിച്ച ഒരു പയ്യനാണ് അതിനകത്തുണ്ടായിരുന്നത്. സോ അതും നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് ആ പടവും. സോറി, ആ പയ്യനെ കാണാനും, അവൻ അതിനകത്തൊരു ട്രാജിക് ഹീറോ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എനിവേ ഗുഡ്. അതിനകത്തുള്ള മറ്റെല്ലാവരും, എനിക്ക് മറക്കാനാവാത്ത ഒന്ന് ലാലേട്ടൻ, 2 അതിലെ വില്ലൻ ജേക്കബ്, മിസ്റ്റർ പ്രകാശ് വർമ്മ, താങ്കളൊരു കിടു മനുഷ്യനാണ് കേട്ടോ. ആ ചിരിയും ആ നോട്ടവും, പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഞരമ്പ് വലിയും, എൻ്റെ മോനെ ഒരു രക്ഷയില്ല. പിന്നെ അതിനകത്തെ കാറ്, അംബാസിഡർ കാർ, അതും നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടിപ്പിക്കുന്ന ഒരു ഫാക്ടറായി തന്നെ മാറിയിരിക്കുന്നു. ഇനി എന്ത് തന്നെയായാലും നല്ലൊരു സിനിമ സമ്മാനിച്ചതിന് എല്ലാവരോടും നന്ദി പറയണം. കുറേ നാളിന് ശേഷം ഒരു മനോഹരമായ ഫാമിലി ക്രൈം ത്രില്ലർ ഞങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ചതിനും അത് ഞങ്ങളെ അഭിനയിച്ച് കീഴടക്കിയതിനും ലാലേട്ട, നിങ്ങൾ വീണ്ടും വീണ്ടും ഞങ്ങളെ സ്നേഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൻഡ് ശോഭന മാം സൂപ്പറാണ്. നിങ്ങൾ ഒരുപാട് സിനിമകൾ ചെയ്യണം, ഇതുപോലെ നല്ല നല്ല സിനിമകൾ ചെയ്യണം, നല്ല സിനിമയുടെ ഭാഗങ്ങളാകട്ടെ. തരുമൂർത്തി, ഇനിയും താങ്കളിൽ നിന്ന് ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആൻഡ് ജെക്സ്, ബിജോയ് ആൻഡ് അതർ എല്ലാ കാസ്റ്റ് ആൻഡ് ക്രൂസിനും കുഡോസ് ആൻഡ് താങ്ക് യു. ബൈ ബൈ. അടുത്ത സിനിമയുടെ വിശേഷങ്ങളുമായി കാണുന്നവരെയും വണക്കം.